നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത്. സ്വാഗതം മുഖ്യമന്ത്രി. ഇത്തവണ താങ്കൾ പ്രചാരണം നയിക്കാൻ ഇറങ്ങുമ്പോൾ അങ്ങനെ ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിലേക്ക് താങ്കളെ അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യുന്നില്ല. ഭാഷ മനസ്സിലാവുണ്ടല്ലോ, ഒന്നിനും കൊള്ളരുതാത്തവനാണെന്ന് വരുത്തി തീർത്തിട്ട് പുകച്ചു പുറത്തിയായിരിക്കാം, ഇതല്ല ഉദ്ദേശം. പക്ഷെ റിയാസിന്റെ കാര്യം വരുമ്പോൾ എപ്പോഴും അത് മരുമകനായി കണക്കാക്കുന്ന ഒരു രീതിയുണ്ട്. അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ വകുപ്പുകളൊക്കെ കൊടുത്തപ്പം മറ്റു പല ആളുകളെക്കാളും പ്രാമുഖ്യം ഉണ്ടായിട്ടുണ്ടോ? അതിപ്പോ അങ്ങനെയൊന്നുമില്ല. പറയട നാട്ടുകാരോട്. മുഖ്യമന്ത്രിയാണ് സാധാരണഗതിയിൽ വകുപ്പ് വിഭജിച്ച് നൽകുന്നതെങ്കിലും പൊതുവിൽ ഞങ്ങൾ ആലോചിച്ച് വരുന്നൊരു കാര്യമാണത്. ട്രസ്റ്റിലെ അംഗങ്ങൾ ഒറ്റക്കെട്ടായെടുത്ത തീരുമാന. ട്രസ്റ്റ് എന്ന് പറഞ്ഞ ആരൊക്കെ അതിലെ അംഗങ്ങള്? ഞാനും അപ്പനും അപ്പന്റെ സഹോദരി സുഭദ്രയും. ഇതാണ് സാധാരണ രീതി. അപ്പോൾ എൻ്റെ പ്രത്യേകമായ താല്പര്യത്തിൻ്റെ ഭാഗമായിട്ടല്ല അത്തരം തീരുമാനങ്ങൾ വരുന്നത്. മുൻകൂട്ടി വിടുങ്ങാൻ പറ്റുന്ന നുണ ആളുകൾക്ക് കൊടുക്കണ്ടേ? അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ഇനി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തുകൊണ്ടായിരുന്നു പ്രതിയായ പത്മകുമാറിനെതിരെ നടപടി എടുക്കാത്തത് എന്നുള്ളതായിരുന്നു. അതായത് നടപടി എടുക്കുന്നതിന് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് കൃത്യമായിട്ട് മനസ്സിലാകണമല്ലോ. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. അവരിൽ നിന്നും കേൾക്കണമല്ലോ, അതിനു വേണ്ടി സമയം എടുക്കണമല്ലോ. അത് ജയിലിലുള്ളപ്പോൾ അതിലേക്ക് പോയില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അയ്യ, അത് നല്ല വിചാരമായി പോയി. ഇവൻ ശരിയല്ല. ഇവന്റെ ഉണ്ടകണ്ണ് കണ്ടാലറിയാം കള്ള ലക്ഷണമുണ്ട്. കെ ശൈലജ മന്ത്രിയായിരുന്നു. വലിയ ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട ഒരു ആളായിരുന്നു. എന്തായാലും നിയമസഭയിൽ ഉണ്ടാകേണ്ടതാണ് എന്നൊരു തോന്നൽ എന്തുകൊണ്ടാണ് CPM-ന് ഇല്ലാത്തത്? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. സ്ത്രീകൾക്ക് നല്ല പ്രാതിനിധ്യം വേണം തന്നെയാണ് ഞങ്ങൾ തുടക്കം മുതലേ നിർദ്ദേശിച്ചിട്ടുള്ളത്. CM ഇതുപോലെ സീറ്റൊക്കെ നിർണ്ണയിക്കുമ്പോഴല്ലേ ഇടപെട്ട് കൂടുതൽ പേരെ മുമ്പോട്ട് കൊണ്ടുവരേണ്ടത്? ഇനി എപ്പോഴാണ്? ഒരു സ്ഥലത്തും കാണുന്നില്ല. ഞങ്ങൾ നല്ല ശ്രമം നടത്തിയിട്ടുണ്ട്, പക്ഷെ വന്നില്ല. ഇനി രക്ഷയില്ല. തിന്ന ബിരിയാണി പോലും ദഹിച്ചു പോയി. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി. സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ. പൊന്നു മോനെ.